ഹലോ, ഞാനിന്ന് നല്ല സങ്കടത്തിലാണ് കേട്ടോ. എന്നെപ്പോലെ തന്നെ എൻ്റെ ഗാർഡനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുണ്ട്. നമ്മുടെ ഗാർഡനിലെ ഓരോ കാര്യങ്ങളും നമ്മൾ കുറേ സമയമെടുത്ത് ചിലപ്പോൾ മാസങ്ങളോളം എടുത്തായിരിക്കും സെറ്റാക്കി കൊണ്ടുവരുന്നത്. അങ്ങനെ അവസാന റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊരു സമയത്ത് എല്ലാം നശിച്ചു പോയാൽ എങ്ങനെ ഇരിക്കും? നശിക്കുന്നത് പോട്ടെ, നോർമലി അത് നമ്മുടെ പ്രകൃതി നിയമമാണല്ലോ. നശിപ്പിച്ച് കളഞ്ഞാലോ? സത്യം പറഞ്ഞാൽ നല്ല സങ്കടത്തോടെയാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത്. എവിടുന്ന് തുടങ്ങും, എങ്ങനെ തുടങ്ങും എന്നറിയാതെ നിൽക്കുകയാണ്. എൻ്റെ ഗാർഡനിലെ എല്ലാ ചെടികളിലും അത് കൈവച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വാനരന്മാരുടെ കാര്യമാണ് പറയണത്. ഓരോന്നായിട്ട് കാണിച്ചു തരാവേ. ഫസ്റ്റ് നമ്മുടെ അഡീനിയം. ഇത് അഡീനിയത്തിൻ്റെ പോട്ടാണ്. അതിൻ്റെ ചുവട്ടിലൊരു സിൻഡ്രല വളർന്നു വന്നതാണ്. 2 ഐറ്റം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനതവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അത് ദേ നമ്മുടെ ചട്ടിയിൽ നിന്ന് ഊരിയിട്ട് എറിഞ്ഞിരിക്കുകയാണ് ദൂരേക്ക്. കിടക്കുന്ന കിടപ്പ് കണ്ടാൽ സഹിക്കില്ല. അത്രയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വന്നതായിരുന്നു കേട്ടോ. ഒരു തവണ പൂക്കുകയും ചെയ്തു. ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ ചുവട്ടിലെ കിഴങ്ങിനോ മറ്റോ വേണ്ടിയിട്ടാണ്. ഇലകളിലൊന്നും തൊട്ടിട്ടില്ല, നല്ല പച്ചപ്പിലേക്കാണ്. ഇനി എന്താണെന്ന് എനിക്കറിയില്ല. എനിക്കിത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല സങ്കടമുണ്ട്. ഇതിൻ്റെ വേരിലൊന്നും തൊട്ടിട്ടൊന്നും ഇല്ല കേട്ടോ. ഒന്നുകൂടി കുഴിച്ച് വെക്കാം. ഞാൻ എന്തായാലും ഭയങ്കര ബിൽഡപ്പ് ഒന്നും കൊടുക്കുന്നില്ല. നെക്സ്റ്റ് നമ്മുടെ വിൻഗ പ്ലാന്റ് ആണ്. ആ ഒരു ഷെയ്ഡിലേക്ക് മാറ്റി നിരത്തി ഒരുപാട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു അങ്ങേയറ്റത്തിരുന്ന 4ഓളം ചട്ടികൾ തട്ടി മറിച്ചിട്ടിട്ടുണ്ട്. അതാണ് ആ താഴെ കിടക്കുന്നത്. ഇന്നലെ ഞങ്ങൾ ആരും വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ. അതിൻ്റെ ഫലമാണ് ഈ കാണുന്നത്. ഞങ്ങൾ വീട്ടിലുള്ള സമയത്താണ് ഈ വാനരപ്പട വരുന്നതെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ ഗാർഡനിൽ ഉണ്ടാവും കേട്ടോ. ഞാൻ ഈ അടുത്തേക്ക് വരാൻ പോലും സമ്മതിക്കാറില്ല. അതുകൊണ്ട് തന്നെ കുറേയൊക്കെ രക്ഷപ്പെട്ട് കിട്ടും. ഇതാ എൻ്റെ ജെർബറയുടെ പോട്ടൊക്കെ താഴെ തള്ളിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ അമർലില്ലീസിൻ്റെ ലീഫൊക്കെ കടിച്ച് തിന്നെന്ന് തോന്നുന്നു, ഒന്നും കാണുന്നില്ല. പിന്നെ എൻ്റെ വൈറ്റ് വാടാമല്ലി അതിൻ്റെ വലിയൊരു കൊമ്പ് തന്നെ ഇതാ ഒടിച്ചിട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് നല്ല ഹെൽത്തി ആയിട്ട് മുകളിലേക്ക് കൂടി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നേ. അടുത്തത് ഫയർ ക്രാക്കറാണ്. ഇത് നല്ല രീതിയിൽ മുകളിലേക്ക് പടർത്തി വിട്ടിരുന്നതാണ് കേട്ടോ, കെട്ടിയൊക്കെ വെച്ചിട്ട്. ബട്ട് ഇത് ഫുള്ള് വലിച്ച് താഴത്തേക്ക് ഇട്ടിട്ട് 1-2 കൊമ്പൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. എവിടെ നിന്ന് തുടങ്ങിയാലും ഒരുപാട് പണികളുണ്ട്. ഇന്ന് തീരത്തില്ല, കാരണം മഴ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയ്യുന്നുണ്ട്. ഇതുപോലെ പോട്ടുകൾ ഇങ്ങനെ ഭിത്തിയോട് ചേർത്തിട്ട് വെച്ചിരുന്നു. അതിൻ്റെ ആണികളൊക്കെ അവിടെ തന്നെയുണ്ട്. പോട്ട്സൊക്കെ 1-2 ഒക്കെ ഉള്ളൂ കേട്ടോ. ഇന്നലെ ഞാൻ തറയിലിരുന്ന സാൽവിയ പ്ലാന്റ് എടുത്ത് മുകളിൽ വെച്ചതാണ്. എന്തിൻ്റെ കേടായിരുന്നോ എന്തോ എനിക്ക്. അത് താഴെ തള്ളിയിട്ടിട്ട് പോട്ടും പൊട്ടിയിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ പ്ലാന്റ് ആണ്. ഇതിൻ്റെ വേരിനൊക്കെ ഇളക്കം തട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി റെഡി ആയിട്ട് വരുമെന്നുള്ളത് അറിയില്ല. ഒടിഞ്ഞ കൊമ്പുകളൊക്കെ ഞാൻ വീണ്ടും അതേ ചട്ടിയിൽ തന്നെ കുത്തി വെച്ചിട്ടുണ്ട്. അതും സെറ്റാവുമെന്ന് തോന്നുന്നില്ല. മുകളിൽ സൈഡിൽ വെച്ചിരുന്ന എല്ലാ ചട്ടികളും താഴെ തന്നെയാണ് ഉള്ളത്. ഏകദേശം ഉള്ളതെല്ലാം പൊട്ടിയിട്ടുമുണ്ട്. രാവിലെ വന്ന് നോക്കുമ്പോൾ റോസകളുടെ ചട്ടികളൊക്കെ മറിഞ്ഞാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഞാൻ അപ്പം തന്നെ നേരെ വെച്ചു കേട്ടോ. പിന്നെ നമ്മുടെ മണിമുല്ലയും മെക്സിക്കൻ ഫ്ലൈൻ വൈനൊക്കെ കുറേയൊക്കെ വലിച്ച് താഴത്തേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പടർന്നു കയറിപ്പോയ വള്ളികളൊക്കെ പിച്ചി എറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി വലുതും ചെറുതുമായിട്ടുള്ള എൻ്റെ എല്ലാ ചെടികൾക്കും ഒരുപാട് ഡാമേജൊക്കെ വരുത്തി വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. അയൽക്കാരൊക്കെ പറഞ്ഞത് എല്ലാ തവണയും വരും പോലെയല്ല, ഇന്നലെ കൂട്ടത്തോടെ ഒത്തിരി കുരങ്ങന്മാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരെല്ലാവരും കൂടി ഒന്ന് മേഞ്ഞപ്പോൾ പ്രശ്നം വലുതായിപ്പോയി. എന്തായാലും ഞാനെൻ്റെ അടീനിയം ഒന്നുകൂടി നട്ടു വെച്ചിട്ടുണ്ട്. ഇത് എത്രാമത്തെ തവണയാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇപ്പോൾ ഒരു 4-5 തവണ ആയിട്ടുണ്ട്. ഇതുപോലെ വലിച്ചെറിയും, ഞാൻ നട്ടുവെക്കും. എന്നാലും യാതൊരു പരിഭവം ഇല്ലാതെ അത് നല്ല രീതിയിൽ വളർന്നു വരാറുണ്ട് കേട്ടോ. അതാണ് എൻ്റെ ഒരു ആകെയുള്ളൊരു ആശ്വാസം. ഇനി ആ ക്രീപ്പർ പ്ലാന്റ്സിനെയൊക്കെ നമുക്കൊന്ന് കെട്ടി വെച്ച് കൊടുക്കാം. മൊത്തം വലിച്ച് താഴത്തേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ തളിർ ഭാഗങ്ങളൊക്കെ കടിച്ച് തിന്നുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല രീതിയിൽ വളർന്നു വരും, ഇവന്മാർ വരും, ഇതിൻ്റെ തളിർ ഭാഗങ്ങളൊക്കെ കടിച്ച് തിന്നിട്ട് പോകും. പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ പൂക്കുക? എന്തായാലും ഇന്ന് എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് ഇനി സെറ്റാക്കിക്കൊണ്ട് വരണമെങ്കിൽ നല്ല പണിയുണ്ട്. പിന്നെ ഈ താഴത്ത് കിടക്കുന്ന ചെടികളൊക്കെ നമ്മുടെ ഓരോ ചെടികളുടെ തലയും തളിർപ്പും ഒക്കെയാണ് കേട്ടോ. കുറേ ഇലകളൊക്കെ പിച്ചി എറിഞ്ഞ് താഴെ വൃത്തികേടാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ വേര് പിടിപ്പിക്കാൻ വെച്ച പ്ലാന്റ്സൊക്കെ കുറേ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ രാവിലെ വന്ന് ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ ഞാൻ ശരിയാക്കി വെച്ചതിന് ശേഷമാണ് ഓർത്തത് വീഡിയോ എടുക്കുന്ന കാര്യം. രാവിലെ എൻ്റെ ഗാർഡനിലേക്ക് വന്ന് ഇതൊക്കെ കണ്ട സമയത്തുണ്ടല്ലോ, എനിക്കുണ്ടായ ദേഷ്യവും സങ്കടവും ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മുടെ കഷ്ടപ്പാട് അത്രയ്ക്കാണല്ലോ. ഒരു ദിവസം നമ്മൾ ഒരുപാട് സമയമാണ് നമ്മളെ ഗാർഡനിൽ നമ്മുടെ ചെടികളുടെ കൂടെ ഒക്കെ ചിലവഴിക്കാറ്. ആ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഈ നശിപ്പിച്ചിട്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കുരങ്ങ് ശല്യം ഇപ്പോൾ ഭയങ്കര രൂക്ഷമാണ്. ഇത് മാത്രമല്ല, വീടിനുള്ളിലേക്കും ഇവന്മാർ കയറുന്നുണ്ട്. ഈ വായുഹോളൊക്കെ നെറ്റ് ഉപയോഗിച്ച് അടച്ചു വെക്കേണ്ട ഗതികേടാണിപ്പോൾ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ സൂവിലൊക്കെ പോയിട്ടാണ് ഈ കുരങ്ങന്മാരൊക്കെ കാണുന്നത്. ഇപ്പോൾ കണ്ട് മതിയായി. അപ്പോൾ ഞാനെൻ്റെ പണികളൊക്കെ ചെയ്യട്ടെ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ